ഫ്രണ്ട്സ് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ചാനൽ പവർ ആംപ്ലിഫയറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടൊറോയ്ഡൽ ട്രാൻസ്ഫോമർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് ബ്രാൻഡ് ഗുരു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത് എവിടെ നിന്ന് വാങ്ങി എത്ര രൂപയെന്നുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർ അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. 55-0-55-ൻ്റെ 15 ആമ്പിയർ വരുന്ന 2 സപ്ലൈയും ഒരു 12-0-12ഉം അതുപോലെ ഒരു 0-12ൻ്റെയും സപ്ലൈകളാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ഇതിൻ്റെ വില എത്രയെന്നായിരിക്കും. അപ്പോൾ ഇനി അത് പറയാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ മാത്രം റേറ്റ് വരുന്നത് 3800 ആണ്. പിന്നെ കൊറിയർ ചാർജ് ആയിട്ട് 350 രൂപയും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4150 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 500 രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. അപ്പോൾ ആ ഒരു 500 രൂപ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യും. ബാക്കിയുള്ള 3650 രൂപ നമ്മളിത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് ബ്രാൻഡ് ഗുരു എന്ന് വാങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ടൈപ്പ് ട്രാൻസ്ഫോമറുകളൊന്നും നാട്ടിൽ അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഇനി അഥവാ കിട്ടിയാൽ തന്നെ നല്ല റേറ്റും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ 3800-നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാം കൂടിയിട്ട് 4150 ആയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ലാഭമാണ്. കാരണം നമ്മളിത് നാട്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നാലും നമുക്കൊരു 6 രൂപയെങ്കിലും ലാഭാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് 230 വോൾട്ട് AC കൊടുക്കേണ്ടത്. 55-0-55ൻ്റെ 2 ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു 3 വയറിലും അടുത്ത 55-0-55ൻ്റെ സപ്ലൈ ഈ 3 വയറുകളിലുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 3 വയറുകളിൽ നമുക്ക് 12-0-12ൻ്റെ ഔട്ട്പുട്ടാണ് വരുന്നത്. അതുപോലെ ഈ 2 വയറുകളിൽ നമുക്ക് 0-12ൻ്റെ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വയ്ക്കാനായിട്ട് ഇതുപോലത്തെ ഒരു റബ്ബറിൻ്റെ ഒരു വാഷർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പ്ലേറ്റും അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലത്തെ ഒരു റബ്ബറിൻ്റെ വാഷറും വരുന്നുണ്ട്. അപ്പോൾ ഈ റബ്ബറിനൊന്നും അല്പം പോലും ക്വാളിറ്റി ഉള്ളതല്ല. അപ്പോൾ ഇത് റീസൈക്കിൾ ചെയ്ത റബ്ബറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ കോപ്പർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്കത് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. 55-0-55ൻ്റെ 15 ആമ്പിയർ ഇതുള്ള 2 ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ 15 ആമ്പിയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-നും 15-നും ഇടയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു 12 കിട്ടിയാലും നമ്മുടെ ആവശ്യത്തിന് ആ ഒരു ആമ്പിയർ മതിയാവും. അപ്പോൾ നമ്മൾ 2 ചാനൽ പവർ ആംപ്ലിഫയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ചാനലിലേക്കും സെപ്പറേറ്റ് ആയിട്ട് പവർ സപ്ലൈ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 55-0-55 ഒരു ചാനലിലും മറ്റേ 55-0-55ൻ്റെ ടാപ്പിംഗ് അടുത്ത ചാനലിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരാവശ്യത്തിന് ഈ ഒരു കറണ്ട് റേറ്റിംഗ് മതിയാവും. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സൈസ് വരുന്നത് 6 ഇഞ്ചും അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 7.5 കിലോയുമാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വയറുകളെല്ലാം തന്നെ ആങ്കറിൻ്റെ 2.5 mm² വരുന്ന വയറുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് 230 വോൾട്ട് AC-യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം 55-0-55, അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 12-0-12, അപ്പോൾ അത് 11 വോൾട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു വോൾട്ടേജ് മതിയാവും. കാരണം നമ്മൾ ഈ 11 വോൾട്ട് റെക്ടിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 14 വോൾട്ട് അടുത്തുണ്ടാവും. അതുപോലെ 0-12ഉം അതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന് ഇത് ആംപ്ലിഫയറിൽ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.